ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഷൊർണൂർ നിയോജക മണ്ഡലം MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനുഷ്യ മനസ്സുകളെ വെട്ടിമുറിക്കാനും ശിഥിലമാക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ നടത്തുന്ന ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വളരെ ആസൂത്രിതവും ബോധവുമായി നടത്തുന്ന പരിശ്രമങ്ങൾ, അതിനെ പിന്തുണക്കുന്ന പ്രചരണ മാധ്യമങ്ങളുടെ ഭാഗത്ത് നടത്തുന്ന പരിശ്രമങ്ങൾ, ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങൾ, ഇതിനൊക്കെ എതിരായി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സംസാരിക്കും. ഇനിയും സംസാരിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ പൊതു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു കണ്ണികളായി മാറാൻ ഈ വായനശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കഴിയണം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C. വിജയൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് KP. സുധീർ അധ്യക്ഷത വഹിച്ചു. വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികത്തെക്കുറിച്ചുള്ള വിഷയാവതരണം വിജു നായരങ്ങാടിയും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിച്ച കുഞ്ഞാമൻസ് അനുസ്മരണത്തിന്റെ വിഷയാവതരണം CP. ചിത്രഭാനുവും നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് വായന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P. മോഹൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം രാമചന്ദ്രൻ E. ചന്ദ്രബാബു, താലൂക്ക് വൈസ് പ്രസിഡന്റ് ഉഷാദേവി, ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ KS സ്മാർട്ട് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ സേവനങ്ങൾ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ K-സ്മാർട്ട് സോഫ്റ്റ്വെയർ നഗരസഭയിൽ വിന്യസിച്ച് നഗരസഭയുടെ ഭരണ സംവിധാനം 2024 ജനുവരി 1 മുതൽ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. നഗരസഭയിൽ നിന്ന് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് നഗരസഭയിൽ നേരിട്ട് വരാതെ പൂർണ്ണമായും ഓൺലൈൻ വഴി സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണ് K-സ്മാർട്ട്. ആയതിന്റെ ഭാഗമായി ഡാറ്റ പോർട്ടിംഗ് പൂർത്തീകരിക്കുന്നതിനായി നഗരസഭയിൽ നിന്നും ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ജനനമരണ വിവാഹ രജിസ്ട്രേഷൻ, വസ്തുനികുതി, കെട്ടിട നിർമ്മാണ പെർമിറ്റ്, പൊതുജന പരാതി പരിഹാരം, വ്യാപാര ലൈസൻസ് അപേക്ഷകൾ, ബില്ലുകൾ മുതലായവ 27/12/2023 ബുധൻ മുതൽ 5 ദിവസത്തേക്ക് തടസ്സപ്പെടുന്നതാണ്. പൊതുജനങ്ങൾ നഗരസഭയുമായി സഹകരിക്കുക. കേരളത്തിലെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി സ്ഥിരതാമസമാക്കുന്നത് തുടർക്കഥയാകുന്നു. UK-യിൽ പഠനത്തിന് പോയ നാട്ടുകാരൻ പയ്യന് പാർട്ട് ടൈം ജോലി മക്ഡൊണാൾഡ്സിൽ വെയിറ്റർ. നാട്ടിലെ ഏറ്റവും വലിയ ധനിക കുടുംബത്തിലെ കുട്ടി ബ്രിട്ടനിൽ പോയി പാത്രം കഴുകുന്നു. നാട്ടിൽ അവന്റെ വീട്ടിൽ 3-4 ജോലിക്കാരുണ്ടത്രേ. ഇതുപോലെയാണ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന മിക്ക കുട്ടികളുടെ കാര്യവും. മിക്ക കുടുംബങ്ങളിലെയും നല്ല വിദ്യാഭ്യാസവും ജീവിക്കാൻ മാർഗവുമുള്ള കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് പഠിക്കാനാണ്. ഒപ്പം ജോലിയും ചെയ്യാം. 1-2 മണിക്കൂർ പഠനം, ബാക്കി സമയം ജോലി. കൂടുതൽ കുട്ടികളും അവിടെ വല്ല KFC ഔട്ട്ലെറ്റിലും പാത്രം കഴുകലോ വെയിറ്ററോ ഒക്കെയാണ്. ട്രക്ക് ഓടിച്ച് കാശുണ്ടാക്കും എന്ന് എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ പറയുമ്പോൾ എന്തോ നെഞ്ചിലൊരു പിടച്ചിൽ. ദിവസം 1 മണിക്കൂർ പഠിക്കുന്ന മിക്ക കോഴ്സിനും വലിയ അംഗീകാരമൊന്നുമില്ല. പഠിക്കാൻ പോകുന്നവർക്ക് കൂടുതലും കോഴ്സുകളെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. അവിടെ എത്തിപ്പെടുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത്തരം കോഴ്സുകൾ. കാശുണ്ടാക്കാൻ പാത്രം കഴുകൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ചെയ്യുന്ന പണി ഇതുതന്നെ. ബ്രിട്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് പറഞ്ഞത്, ദിവസം തോറും ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് അപേക്ഷകൾ ആ യൂണിവേഴ്സിറ്റിയിൽ മാത്രം കിട്ടുന്നുണ്ട്. കൂടുതലും മലയാളികളുടേതാണ്. കൂടുതൽ പേരും രക്ഷപ്പെടില്ല. ബ്ലൂ കോളർ ജോലിയിൽ അവസാനിക്കും. എന്നാലും കാശുണ്ടാക്കുന്നുണ്ടാവും. എന്തിനാണ് ജീവിക്കാൻ മാർഗമുള്ള നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ഈ നാടുപേക്ഷിച്ച് പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള കുട്ടികളുടെ ഉത്തരമാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അവർക്കിവിടെ ജീവിക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അവർ വെറുക്കുന്നു.
റിസർവേഷൻ സമ്പ്രദായത്തെ അവർ വെറുക്കുന്നു. കാശും സമയവും മുടക്കി അവർ നേടിയ ഡിഗ്രികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോലും കീറക്കടലാസിന്റെ വിലയില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. പഠിത്തം കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി കിട്ടാൻ കൈക്കൂലി കൊടുക്കണം. 15 കൊല്ലത്തെ ടാക്സ് ഒന്നിച്ചു കൊടുത്താലും നല്ലൊരു റോഡോ പാലമോ പോലുമില്ല. നികുതി കൊടുക്കുന്നവന് പുല്ലു വിലയേയുള്ളൂ. മൂക്ക് പൊത്താതെ കയറാൻ പറ്റിയ ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലുമില്ല. മാലിന്യം കൊണ്ട് റോഡിലിറങ്ങാൻ പോലും വയ്യ. അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും അവർ വെറുക്കുന്നു. ഇവിടുത്തെ മതഭ്രാന്തിനെ അവർ വെറുക്കുന്നു. ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ലെന്ന് അവർ ഭയക്കുന്നു. വെറുതെ ഇരുന്നാൽ പോലും മാസാമാസം ലക്ഷങ്ങൾ കയ്യിൽ കിട്ടുന്ന സ്വന്തം കുടുംബ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഭയമാണ്. കാരണം സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ബിസിനസ് നടത്താൻ എന്തിന് രാഷ്ട്രീയക്കാർക്ക് സംഭാവന നൽകണം? എന്തിന് അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം? സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേക്കണം എന്നവർ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമുട്ടുന്നു. സത്യസന്ധതയോടെ ജീവിക്കുന്നവർക്ക് ഇന്നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ മലദോരത്തിൽ സ്വർണം കടത്തുന്നവരും ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തുന്നവനും ഖുറാനിൽ ഡോളർ കടത്തുന്നവനും ടാക്സ് വെട്ടിക്കുന്നവനും കഞ്ചാവും തീവ്രവാദവും കച്ചവടം ചെയ്യുന്നവനും മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നവർ കരുതുന്നു. പുതിയ തലമുറയ്ക്ക് വേണ്ടത് സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്, വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന ഭരണകൂടങ്ങളെയാണ്. അന്തിമയങ്ങിയാൽ സ്വപ്നയുടെയും സരിതയുടെയും ദിലീപിന്റെയും പിന്നാലെ നടക്കുന്ന മാധ്യമങ്ങളെ അവർക്ക് വെറുപ്പാണ്. 4 വോട്ടിനു വേണ്ടി നാട്ടിൽ ജാതിമത ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരെ അവർക്ക് വെറുപ്പാണ്. അവർ കേരളത്തെക്കാളും ഇഷ്ടപ്പെടുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കാൻ. ഒന്നോർത്താൽ കേരളത്തിൽ ബംഗാളികളുടെ അവസ്ഥയാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ മലയാളികൾക്ക്. എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാരെയും IT വിദഗ്ധരെയും നേഴ്സുമാരെയും എന്നുവേണ്ട സമൂഹത്തിലെ എല്ലാ മേഖലകളിലും സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച മലയാളികൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നടന്ന് പാത്രം കഴുകുകയോ അല്ലെങ്കിൽ 3-ാം കിട ജോലികൾ ചെയ്ത് ജീവിതം തള്ളി നീക്കുന്നു. പാത്രം കഴുകുന്നത് മോശം കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലേയല്ല. പക്ഷേ വിദേശത്ത് പോയി പാത്രം കഴുകുന്ന ഓരോ എഞ്ചിനീയറെയും MBA-കാരനെയും ഒക്കെ പഠിപ്പിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം വലിയൊരു തുക നികുതി കൊടുത്തിട്ടുണ്ട്. മാറി മാറി നാട് ഭരിച്ചവർ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് കോടികൾ കടമെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുടക്കിയത് പാത്രം കഴുകുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയായിരുന്നു. 10-15 കൊല്ലം പഠിച്ചിട്ടും സ്വന്തം വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു ജോലിക്ക് അവരെ പ്രാപ്തരാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ജീവിതത്തെപ്പറ്റി അവർക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു വിദ്യാഭ്യാസ വകുപ്പിനെയും 10,000-കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് അധ്യാപകരെയും ഒക്കെ നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? യുവാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കേരളത്തെ ഒരു വൃദ്ധസദനമാക്കും. വൈകാതെ ഇപ്പോൾ തന്നെ നമ്മൾ അറിയുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലും അച്ഛനമ്മമാർ തനിച്ചാണ്. ലക്ഷക്കണക്കിന് വീടുകളിൽ ആൾതാമസമില്ല. ജീവിക്കാൻ മാർഗമുള്ള വീടുകളിൽ പോലും കുട്ടികൾക്ക് താല്പര്യം ഇല്ലാത്തതിനാൽ നാട്ടിലെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു. വാർദ്ധക്യം മാതാപിതാക്കളെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമാകുന്നു. മോർച്ചറികളിൽ തണുത്തുവിറച്ച് മക്കളെയും കാത്തുകിടക്കുന്ന രക്ഷിതാക്കൾ വല്ലാത്തൊരു നൊമ്പരമാണ്. ബംഗാളികൾ മാത്രമാണ് പല വീടുകളുടെയും ആശ്രയം. ഈ സാമൂഹിക വിപത്തിനെ തടയാൻ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിദേശത്തു നിന്നും കണ്ടെയ്നറിൽ കള്ളപ്പണം കൊണ്ടിറക്കി സ്വർണം കടത്തി കഞ്ചാവും തീവ്രവാദവും നടത്തി ജീവിക്കുന്നവർ 20 വയസ്സാകുമ്പോഴേക്കും ലക്ഷങ്ങളുടെ വണ്ടിയും മൊബൈലും ജീവിത സൗകര്യങ്ങളുമായി നടക്കുമ്പോൾ മറ്റു കുട്ടികൾക്കും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നു. കഴിയാത്തവർ നിരാശരാകുന്നു. ചിലർ ആത്മഹത്യ ചെയ്യുന്നു. കാശും പത്രാസുമാണ് ജീവിത വിജയത്തിന്റെ അളവുകോൽ എന്നൊരു പൊതുബോധം യുവാക്കളിൽ എവിടെ നിന്നോ പിടിപെട്ടിരിക്കുന്നു. ഇതൊക്കെ അഡ്രസ് ചെയ്തത് മൂല്യബോധമുള്ള കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന സാമൂഹിക ബോധമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി മാറ്റിയേ മതിയാവൂ. ഇല്ലെങ്കിൽ കേരളത്തിൽ ബംഗാളികൾ എന്ന പോലെ സാക്ഷര കേരളത്തിലെ മലയാളികൾ വിദേശങ്ങളിൽ 3-ാം കിട പൗരന്മാരായി ജീവിക്കേണ്ട ഗതികേടുണ്ടാവും. ചിന്തിക്കാൻ ശേഷിയുള്ള പഠിപ്പുള്ളവർ വിമാനം കയറുമ്പോൾ നാളെ നാടിനെ നയിക്കാൻ ഇവിടെ അവശേഷിക്കുന്നത് വെറും ഇസ്പേഡ് 7-ാം കൂലികളും വയസ്സന്മാരും മാത്രമാകും. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ.
മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സംവരണ സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കാൻ വിസമ്മതിക്കുന്നവരിൽ നിന്ന് 100 രൂപ പിഴ ഈടാക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സീറ്റുകളിൽ ഇരിക്കുന്ന പുരുഷന്മാരെ യാത്രാമധ്യേ എഴുന്നേൽപ്പിക്കാനാകില്ല എന്ന കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങൾ കുറച്ചുനാളുകളായി ചർച്ചയിലുണ്ട്. ഒരു ബസ് എവിടെ നിന്ന് യാത്ര തുടങ്ങുന്നോ അവിടെ നിന്നും മാത്രമേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് കുറിപ്പിലെ അവകാശം. യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഈ കുറിപ്പ്. കേരള മോട്ടോർ വാഹന നിയമത്തിന്റെ 269(5) ചട്ടമനുസരിച്ച് 1997 KSRTC ഇറക്കിയ ഉത്തരവ് പ്രകാരം എല്ലാ ബസ്സുകളിലും 25% സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ഉത്തരവനുസരിച്ച് ബസ് സർവീസ് തുടങ്ങുമ്പോൾ സ്ത്രീകളുണ്ടെങ്കിൽ സംവരണം ചെയ്ത സീറ്റുകൾ അവർക്ക് മാത്രമേ നൽകാവൂ. ഇല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആ സീറ്റുകളിൽ ഇരിക്കാം. പക്ഷേ യാത്രക്കിടെ സ്ത്രീകൾ കയറിയാൽ പുരുഷന്മാർ നിർബന്ധമായും ഈ സീറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കേണ്ടതാണ്. സംവരണ സീറ്റുകൾ ഒഴിഞ്ഞുകൊടുക്കാൻ വിസമ്മതിക്കുന്നവരിൽ നിന്ന് 100 രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ്. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് HR വൈസ് പ്രസിഡന്റ് KS സെബാസ്റ്റ്യന്റെ പിതാവ് അന്തരിച്ചു. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് HR വൈസ് പ്രസിഡന്റ് KS സെബാസ്റ്റ്യന്റെ പിതാവ് കണ്ണൂർ പുലിക്കുരുമ്പ കുമ്മിണിത്തോട്ടത്തിൽ സെബാസ്റ്റ്യൻ 81 അന്തരിച്ചു. സംസ്കാരം നാളെ 4-ന് പുലിക്കുരുമ്പ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ. നവകേരള സദസ്സിൽ ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. നവകേരള സദസ്സിൽ ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. പ്രാഥമിക കണക്കെടുപ്പിൽ 6,21,167 പരാതികൾ ലഭിച്ചതായാണ് വിവരം. ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 80,885 പരാതികളാണ് മലപ്പുറത്ത് നിന്നും കിട്ടിയത്. തൊട്ടുപിന്നിൽ പാലക്കാട് ജില്ലയാണ്. 61,204 പരാതികളാണ് ലഭിച്ചത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ പരാതികളുടെ എണ്ണം പൂർണ്ണമായിട്ടില്ല. പരാതി പരിഹരിക്കാൻ ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കും. ഭിന്നശേഷി വയോജന കേന്ദ്രം അന്തേവാസികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു ജനമൈത്രി പോലീസ്. ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ച് ജനമൈത്രി പോലീസ്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കൊടുവായൂർ ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായാണ് പുതുനഗരം ജനമൈത്രി പോലീസ് മലമ്പുഴയിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചത്. വയോജന കേന്ദ്രത്തിലെ 24 അന്തേവാസികളും മേൽനോട്ടത്തിനും പരിപാലനത്തിനുമായി നഴ്സുമാരും ആയമാരും ഉൾപ്പെടെ 9 ജീവനക്കാരുമാണ് യാത്രയിൽ പങ്കെടുത്തത്. പോലീസ് ബസ്സിലായിരുന്നു യാത്ര. പ്രഭാത ഭക്ഷണത്തിനു ശേഷം രാവിലെ 7:30യോടെയാണ് യാത്ര തുടങ്ങിയത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം ജനമൈത്രി പോലീസിന്റെ വകയായിരുന്നു. മലമ്പുഴ ഡാം ഉദ്യാനം, പരിസര പ്രദേശങ്ങൾ തുടങ്ങിയവയെല്ലാം സംഘം സന്ദർശിച്ചു. അന്തേവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇത്തരമൊരു യാത്ര എന്ന് അധികൃതർ പറയുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും അനുകൂല മറുപടി ലഭിച്ചതോടെയാണ് അവരുടെ ആഗ്രഹം സഫലമായത്. ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ഉദ്യാനത്തിലെത്തി വിനോദയാത്രാ സംഘത്തോടൊപ്പം ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകളും നേർന്നു. കല്ലടിക്കോട്ടുള്ള ആകാശപ്പറവകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിനോദയാത്രയുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാനത്തിൽ വയോജനങ്ങളുടെ കലാപരിപാടികളും നടന്നു. 60-ന് മുകളിൽ പ്രായമുള്ള ബന്ധുക്കൾ ഉപേക്ഷിച്ചവരും വിവിധ കാരണങ്ങളാൽ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തവരുമാണ് വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾ. അന്തേവാസികൾക്കൊപ്പം വയോജന കേന്ദ്രം സൂപ്രണ്ട് KV ബിന്ദു, ഡോക്ടർ നസ്രിൻ, നഴ്സ് V. ഷീന, C. ശശികല, E. മധുരമീനാക്ഷി, ആയമാരായ KK നസീമ, B. രമ, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ V. അറുമുഖൻ, ASI ഷീബ, ലോബിൻ, കല്ലടിക്കോട് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പുതുനഗരം, വനിതാ സെൽ, വിമൻ സെൽ പട്ടാമ്പി എന്നിവിടങ്ങളിലെ CPOമാരായ P. സാബു, U. ഷൈജിത്ത്, S. സന്തോഷ്, K. പ്രമീള, M. മായ, PS. ഗായത്രി കല്ലടിക്കോട്, ടൗൺ, നോർത്ത്, സൗത്ത് പുതുനഗരം എന്നിവിടങ്ങളിലെ SCPOമാരായ C. ഗീത, K. സുധീഷ്, S. വിനോദ് കുമാർ, M. മുരളീദാസ്, നാർക്കോട്ടിക് സെല്ലിൽ നിന്നും നവാസ് ഷെരീഫ് എന്നിവർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ സോക്കർ കാർണിവൽ 2K23 ഫുട്ബോൾ മത്സരം നടത്തി. വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് മുഖേന നടപ്പാക്കുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ പരിപാടി സോക്കർ കാർണിവൽ 2K23 സംഘടിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനും കുട്ടികൾക്ക് പഠനത്തിനോടുള്ള വിമുഖത കുറച്ചുകൊണ്ട് കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായാണ് സോക്കർ കാർണിവൽ 2K23 എന്ന പേരിൽ പാലക്കാട് DCPU ഉദ്യോഗസ്ഥരും ഹേമാംബിക സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തിയത്. ഹേമാംബിക നഗറിലുള്ള റോക്കി ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരം സബ് ജഡ്ജും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ മിഥുൻ റോയ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ഹേമാംബിക സ്കൂൾ ടീം ചാമ്പ്യന്മാരായി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ S. ശുഭ, അകത്തേത്തറ വാർഡ് മെമ്പർ സുജിത്, PTA പ്രസിഡന്റ് രാജേന്ദ്രൻ, പ്രധാനാധ്യാപിക മല്ലിക, സ്കൂൾ മാനേജർ ജിതേഷ്, ഡോക്ടർ PC ഏലിയാമ്മ, ORC പ്രോജക്ട് അസിസ്റ്റന്റ് V. ഷാരി, ഓൾ ഇന്ത്യ ഫുട്ബോൾ റഫറി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിയുടെ സംരക്ഷണം സാധ്യമാക്കുക ജനകീയ കൂട്ടായ്മ നെറ്റ് സീറോ എമിഷൻ യോഗം നടന്നു. ജനകീയ കൂട്ടായ്മയിലൂടെ മാത്രമേ പ്രകൃതിയുടെ സംരക്ഷണം സാധ്യമാവുകയുള്ളൂവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. നവകേരള മിഷന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടന്ന നെറ്റ് സീറോ എമിഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. നിലവിലെ സാമൂഹിക പശ്ചാത്തലത്തിൽ സമൂഹത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സംസ്ഥാനത്ത് സർക്കാരിന്റെ പൊതുവായ പോളിസിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ പരിപാടിയായാണ് നെറ്റ് സീറോ എമിഷൻ ക്യാമ്പയിൻ നടത്തുന്നതെന്ന് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈദലവി പറഞ്ഞു. മാലിന്യ സംസ്കരണം, എനർജി മാനേജ്മെന്റ്, എക്കോ റെസ്റ്ററേഷൻ, കാർഷിക വികസനം എന്നീ മേഖലകളിൽ എമിഷൻ കുറയ്ക്കുന്നതിന് സഹായകരമായ വിവിധ പദ്ധതികളുടെ നടപ്പുവർഷത്തെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വരും വർഷത്തിൽ നെറ്റ് സീറോ എമിഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ സോളാർ തെരുവിളക്കുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഫുഡ് ഫോറസ്റ്റുകൾ, തരിശുരഹിത ഗ്രാമം പദ്ധതി, ഔഷധ ഗ്രാമം പദ്ധതി, ശലഭോദ്യാനം തുടങ്ങിയവ ഏറ്റെടുത്തതായും ഇവയുടെ പ്രവർത്തനം പുരോഗമിച്ചു വരുന്നതായും പഞ്ചായത്തുകൾ യോഗത്തിൽ അറിയിച്ചു. പഞ്ചായത്തുകൾ സാങ്കേതിക സമിതി യോഗങ്ങൾ ചേരുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും തീരുമാനമായി. നെറ്റ് സീറോ എമിഷൻ ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത 80 തദ്ദേശ സ്ഥാപനങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും കിഴക്കഞ്ചേരി, പല്ലശ്ശന, അകത്തേത്തറ, പോൽപ്പുള്ളി, കേരളശ്ശേരി, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം എന്നീ പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. യോഗത്തിൽ അകത്തേത്തറ, കിഴക്കഞ്ചേരി, പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത, അനന്തകൃഷ്ണൻ, കവിത മാധവൻ, സായി രാധ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കോട്ടായിൽ ഹരിതമിത്ര QR കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും ആരംഭിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ ഹരിതമിത്ര സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം QR കോഡ് പതിപ്പിക്കലും വിവരശേഖരണവും ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിലെ അജൈവ പാഴ്വസ്തുക്കളുടെ ശേഖരണവും സംസ്കരണവും സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓൺലൈനായി നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് QR കോഡ് പതിക്കുന്നത്.
പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും QR കോഡ് പതിപ്പിക്കും. നിലവിൽ 30 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിവിധ വാർഡുകളിലായി മാലിന്യ ശേഖരണം നടത്തിവരുന്നത്. ഒരു MCFും 15 മിനി MCFുകളുമാണ് മാലിന്യ ശേഖരണത്തിന് സജ്ജീകരിച്ചിട്ടുള്ളത്. കോട്ടായി അംഗൻവാടി ഹാളിൽ നടന്ന QR കോഡ് പതിപ്പിക്കലിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR. അനിത അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. രാധാമോഹൻ, പഞ്ചായത്ത് സെക്രട്ടറി EV ഗിരീഷ്, വാർഡംഗങ്ങളായ S. ഗീത, MR. രജിത, C. അനിത, VOമാരായ ജിമ്മി ജോർജ്, സതീഷ്, CDS ചെയർപേഴ്സൺ ശാന്തകുമാരി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കെൽട്രോൺ പ്രതിനിധി ശ്രാവൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.